ലോകത്തെ ആദ്യത്തെ മലയാളം കോണിസെക് റിവ്യൂ. കോണിസെക്കിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റില് കാർ ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനം ചാസി മുതൽ ഫുൾ ബോഡി കാർബൺ ഫൈബറിലാണുള്ളത്. സാധാരണഗതിയിൽ ഇപ്പം ഫെറാറിയും ഫോർഡിന്റെ ഈവൻ ഫോർഡ് ജിക്ക് വരെ കാർബൺ ഫൈബർ വീൽസ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ കോണിക്സെക് അത് ഒരു സ്റ്റെപ്പും കൂടെ മുകളിലേക്ക് കൊണ്ടുവന്നുണ്ട്. ഇതിന് ഹോളോ കാർബൺ ഫൈബർ വീൽസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം സാധാരണഗതിയിൽ നമ്മുടെ വണ്ടികളുടെ വീലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയറിനെക്കാട്ടിയും വെയിറ്റ് കൂടുതലായിരിക്കും. ഇവിടെ ആക്ച്വലി ആ സിറ്റുവേഷൻ നേരെ തിരിച്ചാണ്. ഇവിടെ ടയറിനാണ് വെയിറ്റ് കൂടുതൽ വീലിനെക്കാട്ടി. ഒരു ഡ്രൈവ് പോയാലാ? ഡ്രൈവ് പോവാൻ തരുമോ? നോക്കാം, അല്ലെങ്കിൽ നമുക്കിത് കക്കാന്ന് ഭയോ കേറാം. കേറി. അവിടെ ഒരു ബട്ടൺ ഉണ്ട് ഇവിടെ താഴെ. എവിടെ എവിടെ? ഞാൻ ഇതിന്റെ ഉള്ളിൽ ഇതുവരെ കയറിയിട്ടില്ല. ലോക്ക്ഡൌൺ. ചാവിയില്ല. ചാവില്ല. ഈ വണ്ടിയിൽ ചാർജ് ഇല്ല. അതുകൊണ്ട് പുറമേ നിന്നുള്ള പരിപാടികളൊന്നും നടക്കില്ല. കൈ ഉള്ളിൽ പതുക്കെ ഇട്ട് ഇവിടെ ഒരു ലിവർ ഉണ്ട്. ആ ലിവറിൽ പതുക്കെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഈ ഡോർ ഇതിങ്ങനെ അങ്ങ് പൊങ്ങി വരും. എനിക്ക് ഇതിന്റെ ഉള്ളിൽ ഒന്ന് കയറിയിരിക്കണം എന്നുള്ള വളരെ നാളായിട്ടുള്ള ഒരു ആഗ്രഹം. ഇതിനകത്ത് കയറുന്നതിന് ചില രീതികളുണ്ട്. അതിപ്പം ടോപ്പ് തുറന്നേക്കുന്നോണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ കാൽ എടുത്ത് വെച്ച് എങ്ങനെ? അപ്പൊ സിമ്പിളേ, ഇതിലിരുന്ന് കഴിഞ്ഞാ ഇപ്പൊ നമ്മള് റേറ്റിലെല്ലാം പോലെ ഈ ഡോട്ട് ഓട്ടോമാറ്റിക് വരും. റേറെ പോലെ ഇത് ഓട്ടോമാറ്റിക് അല്ല. അപ്പൊ ഇത് തിരിച്ചു വരില്ല. ഇത് തിരിച്ചു വരില്ല. അപ്പൊ ഇതിനെങ്ങനെ കൊണ്ടുവരും? പക്ഷെ ഞാൻ പറഞ്ഞത് പാർഷ്യലി ഓട്ടോമാറ്റിക് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പകുതി കളിച്ചു കഴിഞ്ഞാൽ ബാക്കി ഡോറിന്റെ വെയിറ്റ് കാരണം. അപ്പൊ മെല്ലെ ഇതിനെ വലിക്കുക, എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. എത്ര വണ്ടിയുടെ വില? പക്ഷെ അല്ല, ഈ വണ്ടിക്ക് ഇപ്പൊ ഡോർ അടഞ്ഞിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കുന്ന ഈ വണ്ടിക്ക് ഇപ്പൊ എന്ത് വില വരും? ഇപ്പം ഈ വണ്ടിക്ക് അത് നമ്മൾ ഓപ്ഷൻ ചെയ്യുന്ന പോലെ ഇരിക്കും. എന്നാലും നമ്മൾക്ക് കാണുന്ന ആൾക്കാർക്ക് ഒരു തോന്നലുണ്ടാവും. യൂഷ്വലി ഈ വണ്ടി സാധാരണഗതിയിൽ പോകുന്നത് ഒരു $3 to $3.5 million ഇടയ്ക്കാണ്. 3.5 million US dollars. Yes, dollars, American dollars. അതിനുള്ളതാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. കുടുംബം കിട്ടോ? അപ്പൊ നമ്മള് ഈ വണ്ടിയുടെ അകത്ത് ഇരിക്കുമ്പോ ഇതിനകത്തുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്ന് പറയാം, കോണിക്സെക് ഈ വണ്ടി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവർ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ഈ വണ്ടിയിൽ എവിടെയും പ്ലാസ്റ്റിക് ഒരു രീതിയിൽ ഉപയോഗിക്കില്ല. അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ വണ്ടിയുടെ അകത്തുള്ള സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബട്ടൺ ഉണ്ട് എങ്കിൽ ആ ബട്ടണിനകത്തൊരു പ്ലാസ്റ്റിക് ബട്ടൺ ആയിരിക്കും. ഒരു ക്ലിയർ ആയിട്ട് ഡിസൈൻ ചെയ്യും. അതിന്റെ ബാക്കിൽ ഒരു ബൾബ് വെക്കും. അപ്പൊ ആ ബൾബ് വെക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ ലൈറ്റിന്റെ എംബ്ലം കാണാം. പക്ഷെ ഇത് ഫുൾ അലുമിനിയം ആണ്. അപ്പോ ഇതിന്റെ ബാക്കിൽ ലൈറ്റ് വെച്ചാൽ നമ്മൾ കാണില്ല. അതുകൊണ്ട് അവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനോ ട്യൂബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രില്ലിംഗ് മെക്കാനിസം ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. സോ ആക്ച്വലി നമ്മൾ ഇത് കാണുന്നത് ചെറിയ ഭയങ്കര ഫൈൻ ഡ്രില്ലിംഗ് ആണ്. അപ്പോ അതിന്റെ ബാക്കിൽ ലൈറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹോളിന്റെ അകത്തൂടെ ലൈറ്റ് വരുന്നത് നമ്മൾ കാണുന്നത്. ആക്ച്വലി ഇത് അലൂമിനിയത്തിൽ നാനോ ട്യൂബിംഗ് ആണ് പറയുന്നത്. ഇതിന്റെ സീറ്റ് കുറച്ച് ബാക്കിലേക്ക് പോകും. സീറ്റും മിററും കാര്യങ്ങളെല്ലാം ഈ സ്ക്രീനിൽ നിന്നാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. വേറെ ഒരു ഫിസിക്കൽ ബട്ടൺ ഇല്ല. നൈസ്. $3.5 million കൊടുത്തു കഴിഞ്ഞാലും $3.5 million car. അപ്പം ഈ പാഡൽ ഷിഫ്റ്റിന്റെ ഫീല് ഒരു ആള് വാങ്ങിക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലത്തെ ഒരു ടക് ഫീൽ വേണോ, അല്ല ഒരു ലക്സൂറിയസ് ആയിട്ടുള്ള ഒരു സ്മൂത്ത് ഫീൽ മതിയോ, കോണിക്സെക് അത് ചെയ്ത് $3.5 million കൊടുക്കുമ്പോ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ജസ്റ്റിഫിക്കേഷൻ വേണ്ടേ? സിമ്പിളേ, ഈ വണ്ടി മാക്സിമം എന്ത് സ്പീഡിൽ കൊണ്ടുപോകാൻ പറ്റും? മാക്സിമം സ്പീഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ആരും ഒഫീഷ്യലി ടെസ്റ്റ് ചെയ്തിട്ടില്ല. നീഡ് ഫോർ സ്പീഡിൽ പോകില്ല. നീഡ് ഫോർ സ്പീഡ് വളരെ വ്യക്തമായ ഇൻഫർമേഷൻ തരുന്നില്ല. പക്ഷെ തിയററ്റിക്കലി കമ്പനി പറയുന്നത് ഇത് 439 കിലോമീറ്റർ സ്പീഡ് വരെ പോകുമെന്നാണ്. ഇതും ബുഗാട്ടിയും തമ്മിൽ റേസ് ചെയ്ത് ജയിക്കും. അതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റേസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് അനുസരിച്ചില്ല. പവർ ടു വെയിറ്റ് റേഷ്യോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ബുഗാട്ടി എന്ന് പറയുന്ന വണ്ടി ഓൾമോസ്റ്റ് 2 ടൺ ഉണ്ട് വെയിറ്റ്, 2000 കിലോ ഉണ്ട്. ഈ വണ്ടി ഓൺ സാധാരണ 1350 കിലോയേ ഉള്ളൂ. അപ്പൊ ബുഗാട്ടിയെക്കാട്ടി ഏകദേശം 650 കിലോ കുറവാണ്. ആൻഡ് ഓൾമോസ്റ്റ് അതേ പവറുമാണ്. തുടക്കത്തിൽ ഇത് മുമ്പിലേക്ക് നിൽക്കുമെങ്കിലും ബുഗാട്ടിക്കാണ് ഓവറോൾ പവർ കൂടും. അതുകൊണ്ട് ഒരു 200 മീറ്റർ 300 മീറ്റർ കഴിയുമ്പോഴത്തേക്ക്
സുഖമായിട്ട് മുമ്പിലേക്ക് വന്നു. ഈ വണ്ടി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യമുണ്ട്. ഇതിന്റെ ബോഡി ഫ്രണ്ടിലും ബാക്കിലും ഓപ്പൺ ആക്കും. എന്താ അതിന് ടെക്നിക്കലി നിങ്ങൾ പറയാ? അപ്പോ ഇതിന്റെ ഫ്രണ്ടിലത്തെ ക്ലാംഷെല്ലും ബാക്കിലത്തെ ബോണറ്റും പിന്നെ ഈ 2 ഡോറും ഇത് 4 തുറന്നു വെച്ചിട്ടുള്ള ലുക്കിന് ആക്ച്വലി കോണിക്സെഗ് പറയുന്നത് ദ എക്സ്പ്ലോഡഡ് ലുക്ക് എന്നാണ്. ഓക്കെ, വണ്ടി ഇങ്ങനെ പൊട്ടി തെറിച്ചെന്ന് പറയാം. മാത്രമല്ല നമ്മൾ ഈ വണ്ടിയിലല്ല, പക്ഷെ കോണിക്സെഗ് റേറില് റിമോട്ടിൽ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബട്ടന്റെ പേര് ഷോ ഓഫ് മോഡ് എന്നാണ്. ഷോ ഓഫ് മോഡ് ഞെക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 2 ഡോറും ക്ലാംഷെല്ലും ബോണറ്റും എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കും. എല്ലാ കോണിക്സെഗിന്റെ വണ്ടികളും ടാഗ ടോപ്പ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുകളിലത്തെ റൂഫ് ഊരിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഊരി കഴിഞ്ഞാൽ എവിടെ വെക്കും എന്നുള്ളത് അതും കോണിക്സെഗ് ആലോചിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ ഈ ഫ്രണ്ടിലത്തെ ഇത് തുറന്നാല് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് ഈ വണ്ടിയുടെ റൂഫാണ്. അപ്പോൾ റൂഫ് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സാധനങ്ങളൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ല, എന്നാൽ പോലും നമുക്കൊരു ലെജർലി ഫീലുള്ള വണ്ടിയാണ്. പിന്നെ അതിനുപരി പിന്നെ വേറെ ഒരു അടിപൊളി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഹെഡ്ലൈറ്റ് ഇല്ല. കാരണം ഹെഡ്ലൈറ്റ് ഈ മുമ്പിലത്തെ ബോണറ്റിലേക്ക് അറ്റാച്ച്ഡ് ആണ്. കൂടുതൽ രാജ്യങ്ങൾക്ക് ഒരു നിയമമുണ്ട്, ഹെഡ്ലൈറ്റ് ആയാലും ബാക്കിലത്തെ ലൈറ്റ് ആയാലും ഫിക്സ് ആയിട്ട് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കണം എന്നുള്ളത്. അപ്പം കോണിക്സെഗ് അതിന് പകരം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗവൺമെന്റുമായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് കോണിക്സെഗ് ഒരു കൊല്ലം 25-50 വണ്ടികളൊക്കെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഒരു സ്മോൾ സ്കെയിൽ മാനുഫാക്ചർ എന്നുള്ള രീതിയിൽ കോണിക്സെഗിന് ഒരു കൺസെഷൻ കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇവരുടെ ഹെഡ്ലൈറ്റ് നീങ്ങുന്നതിന് ലീഗലി കുഴപ്പമൊന്നുമില്ല. പിന്നെ കോണിക്സെഗിന്റെ ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടറാണ് ഇതിന്റെ ഡോറ്. ഈ ഡോറിന്റെ പേര് ഡൈഹീഡ്രോ സിൻക്രോ ഹെലിക്കൽ ഡോർ എന്നാണ്. അത് പഠിക്കാൻ കുറെ നേരം എടുത്ത്. എന്താണെങ്കിലും ഈ ഡോറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം പുറത്തേക്ക് വന്നിട്ട് കറങ്ങി മുകളിലേക്ക് പോവാണ്. അത് കാരണം തന്നെ ഒരു അടിപൊളി തമാശ ഉണ്ട്. ഒന്നിങ്ങോട്ട് വന്നേ, ഒരു വണ്ടിയിൽ കാണാൻ വരുന്ന എനിക്ക് അത്യാവശ്യം കോമഡി വന്നൊരു സ്റ്റിക്കറാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ ഡോറ് കൂടുതൽ പുറത്തേക്ക് വരും, ഇത് താഴെ തട്ടാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആദ്യം ഡോറ് തട്ടുന്ന സ്ഥലമാണോ എന്ന് നോക്കിയിട്ട് വേണം പോകാൻ. പിന്നെ കോണിക്സെഗ് ഒരു ചെറിയ കമ്പനിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കാകെ 20-25 ജോലിക്കാരേ ഉള്ളൂ. അത് ഡിസൈൻ ചെയ്യാനും എല്ലാത്തിനും കൂടി അടക്കം. ഈ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കോണിക്സെഗ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഇപ്പൊ ഏത് കമ്പനി എടുത്തു കഴിഞ്ഞാലും BMW ആയാലും അല്ലെങ്കിൽ ഈവൻ ഫെറാറി ഒക്കെ എടുത്ത് ആയാൽ പോലും പല പാർട്ടുകളും വേറെ പല കമ്പനികളാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ടയറ്, ബാക്കിലത്തെ ഹാൻഡ് ബ്രേക്ക്, മെയിൻ ബ്രേക്ക് അല്ല ഹാൻഡ് ബ്രേക്ക്, വൈപ്പർ, ഈ 3 സാധനങ്ങളല്ലാതെ ബാക്കി എല്ലാ സാധനങ്ങളും കോണിക്സെഗ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അടിപൊളി സാധനം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൂളന്റ് ലെവലാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഗ്ലാസിന്റെ അപ്പുറത്താണ് കൂളന്റ് ഉള്ളത്. നമ്മൾ ഇവിടെ വന്ന് നോക്കും ഇത് ലെവൽ കറക്റ്റ് ആണെന്ന്. അതങ്ങനെയാണ് ഇതിന്റെ കൂളന്റ് ചെക്ക് ചെയ്യുന്നത്. കുറച്ച് നേരത്തെ പറഞ്ഞായിരുന്നു കോണിക്സെഗ് വേറെ എല്ലാം സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഈ എഞ്ചിൻ, ഈ 5 ലിറ്റർ V8 എന്ന് പറയുന്നത് ഫോർഡിന്റെ മോഡുലാർ എഞ്ചിനാണ്. എന്ന് പറഞ്ഞാൽ അതിന് ഫോർഡിന്റെ അടുത്ത് നിന്ന് ആ എഞ്ചിൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിന്റെ ട്യൂണിങ്ങും ആ എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി എല്ലാ കാര്യങ്ങളും കോണിക്സെഗ് തന്നെ ചെയ്യുന്നത്. ആ എഞ്ചിന്റെ മെയിൻ ബ്ലോക്ക് മാത്രം ഫോർഡിന്റെ അടുത്ത് നിർത്തിയാണ്. പിന്നെ വേറൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ പീസ്, ഇത് കോണിക്സെഗ് തന്നെ ഡെവലപ്പ് ചെയ്ത ട്രിപ്ലെക്സ് സസ്പെൻഷൻ എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് നമ്മൾ റോഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പം ആന്റി റോൾ ബാർ കാരണം നമ്മുടെ കംഫർട്ട് വല്ലാതെ കുറയും. അപ്പൊ ആ കംഫർട്ട് കുറയാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ട്രിപ്ലെക്സ് സസ്പെൻഷൻ. ഈ ഗോസ് ലോഗോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുമ്പ് സ്വീഡിഷ് എയർഫോഴ്സ് ഉപയോഗിച്ച ഒരു റൺവേയും ഹാങ്ങറും, അതാണ് ഇപ്പോ കോണിക്സെഗ് അവരുടെ ഫാക്ടറി ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോ കോണിക്സെഗ് എയർഫോഴ്സിന്റെ അടുത്ത് നിന്ന് ആ ഏരിയ വാങ്ങുന്ന സമയത്ത് അവർ ചോദിച്ചു, എന്തായാലും ഞങ്ങൾ ഉപയോഗിച്ച സ്ഥലമല്ലേ, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഞങ്ങളുടെ ഒരു ചെറിയ ലോഗോ അതിനകത്ത് വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ക്രിസ്റ്റ്യൻ വോൺ കോണിക്സെഗ് പറഞ്ഞു അതിനെന്താ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം അവിടെ ഉണ്ടാക്കിയ പല വണ്ടികളിലും ഈ ലോഗോ വെക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന റിയർ വിങ്, ഇത് വണ്ടിയുടെ അകത്തുനിന്ന് ഡ്രൈവർക്ക് ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വിങ് സ്പ്രിംഗ് ലോഡഡ് ആൻഡ് ഹൈഡ്രോളിക് ആക്ച്വേറ്റഡ് സിസ്റ്റം ആണ്. മതി. എന്തത്, എന്റെ ചാവിയല്ലേ? ഈ വണ്ടിയുടെ ചാവി തപ്പിപ്പോയതാ, ഇപ്പോഴാണ് കിട്ടിയത്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഈ ചാവിക്കൊരു ചരിത്രമുണ്ട്. പറയൂ. ഞാൻ ഒന്ന് പിടിച്ചോട്ടെ. ഇല്ല, തരില്ല. ഇല്ല, തരില്ല. നീ ഇല്ല. ഈ ലോഗോ ക്രിസ്റ്റ്യൻ വോൺ കോണിക്സെഗിന്റെ ഫാമിലിക്ക് മുമ്പത്തെ റോമൻ എംപറേഴ്സ് ഗിഫ്റ്റായിട്ട് കൊടുത്ത ഒരു സിമ്പിളാണിത്. അതിനുശേഷം അവർ എന്ത് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാലും അവർ ഈ ലോഗോ ആയിരുന്നു ഉപയോഗിക്കുന്നത്. പിന്നെ ഈ കീക്ക് വേറെ ഒരു പ്രത്യേകത ഉണ്ട്. ഒരു സമയത്ത് ലോകത്ത് ഏറ്റവും വില കൂടിയ കീ ആയിരുന്നത്.
$2.5 ലക്ഷം $250,000 പ്ലാറ്റിനത്തിൽ ഉണ്ടാക്കി അതിൽ ഫുള്ള് ഡയമണ്ട് വെച്ചിരുന്ന ഒറ്റൊരു കീ. അത് മാത്രമല്ല, ഈ കീക്ക് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ വണ്ടി വാങ്ങുന്ന ആർക്ക് വേണമെങ്കിലും അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഈ കീ കസ്റ്റം ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ എന്റെ ജീവിതത്തിൽ ഈ കോണിക്സെഗ് അഗേറ UAE ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് കാണാൻ പറ്റും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്റെയും ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ ചാവി പോലും പിടിക്കാൻ പറ്റുമെന്ന്. പക്ഷെ ഇതിനെല്ലാത്തിനും നമുക്ക് ചാൻസ് ഒരുക്കി തന്ന ഒരു കമ്പനിയാണ് അലൈൻ ക്ലാസ് മോട്ടോഴ്സ്. അവർക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. നീഡ് ഫോർ സ്പീഡ് എന്ന് പറയുന്ന ഗെയിമിൽ തുടങ്ങിയ പ്രാന്താണ്. ഈ വണ്ടിയിൽ ഇരിക്കണം, ഇതിനെ ഈ ഒരു കോലത്തിൽ കാണണം, ഈ ചാവി ഒന്ന് പിടിക്കണം. ഇനി ഇതൊന്ന് ഓടിക്കണം എന്നുണ്ട്, അറിയില്ല നടക്കുവോ ഇല്ലയോ. ഇനി അങ്ങനെ ഒരു വ്ളോഗ് വന്നാൽ തീർച്ചയായിട്ടും ഞാൻ ഓടിക്കും, നീ സൈഡിലിരിക്കും. അപ്പൊ ഈ വണ്ടി ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇത് വിൽക്കാൻ വെച്ചേക്കുന്നത്, അതുകൊണ്ട് അത് ഓടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഓടിക്കാൻ വേണ്ടി ഒരാൾ നമുക്ക് ചാൻസ് തന്നിരിക്കും. നമുക്ക് ഇതിനെല്ലാത്തിനും ഒരവസരം ഉണ്ടാക്കി തന്ന നമ്മുടെ സ്വന്തം മലയാളി ഷെരീഫ് ഭായ്. പുള്ളി വിചാരിച്ചു കഴിഞ്ഞാ ഈ വണ്ടി ചിലപ്പോൾ ഓടിക്കാൻ കിട്ടും. അത് കേട്ടല്ലോ, എല്ലാവരും കേട്ടിട്ടുണ്ട്. റെക്കോർഡായിട്ടുള്ള ഒരു സംഭവമാണ്. ഷെരീഫ് ഭായ് ഈ വണ്ടി നമുക്ക് ഓടിക്കാൻ തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു കാര്യം തീർച്ചയായിട്ടും, അപ്പോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അലൈൻ ക്ലാസ്സിലേക്ക് വരണമെന്ന് തോന്നുക, അല്ലെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് ഇൻ കേസ് ഇവിടുന്ന് വാങ്ങിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ ഉള്ള ഒരു മലയാളി വന്ന് കാണണം. പല വലിയ വലിയ വ്യക്തികൾക്കും കാർ കൊടുത്തൊരു കഥ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇനിയൊരു എപ്പിസോഡ് ഉണ്ടെങ്കിൽ ആ എപ്പിസോഡിൽ തീർച്ചയായിട്ടും സംസാരിക്കുന്നതാണ്. കാരണം മലയാളിഡ എന്ന് പറയുമ്പോൾ ഉള്ള ഒരു അതെ, അത് ഇതാണ്. പുള്ളിക്കാരനെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ലിങ്കിലുണ്ടാവും. അതുപോലെ തന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല, ബെൽ ബട്ടൺ നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അങ്ങനെയുള്ള യാതൊരു കലാപരിപാടികളും ഇല്ല. എല്ലാ മലയാളികൾക്കും വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയൊരു പ്രോഗ്രാമാണിത്. സപ്പോർട്ട് ചെയ്യുക. ഇനി വരുന്ന ഷോസ് എല്ലാം പൊളിക്കുക. ഗംഭീരം.